ഹായ് ഓൾ. ഇപ്പം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ്റെ റിവ്യൂ ആണ്. ഇന്ന് രാവിലെയാണ് സിനിമ കണ്ടത്. ഒരുവിധം എന്താ പറയുന്നത് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു സിനിമ കാണാൻ. സിനിമയിലേക്ക് വരുവാണെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ, അതായത് നമുക്കറിയാം ഒരു ക്രൈം ത്രില്ലർ, ഒരു സൈക്കോപാത്ത് ത്രില്ലർ സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലോണം ഇഷ്ടപ്പെടുന്നില്ല, ഒരുവിധം പടം ഇഷ്ടപ്പെടും. എനിക്കൊരുവിധം കുഴപ്പമില്ലെന്ന് തോന്നി. കാരണം ഞാനൊരുവിധം ഈ ക്രൈം ത്രില്ലർ പടമൊക്കെ കാണുന്നത് എനിക്ക് ഇഷ്ടമാണ്. അങ്ങനത്തെ പടമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് എനിക്കിതൊരു ഓക്കെ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഈ പടത്തിലേക്ക് വരുവാണെങ്കിൽ നമുക്കറിയാം ഒരു സാങ്കല്പിക രാമം, അതായത് മിന്നൽ മുരളി, ഗോദ അതേ കൂട്ടത്തിലൊക്കെ ഒരു സാങ്കല്പിക രാമം, ഒരു കാലം ഒന്നും തന്നെ പ്രത്യേകിച്ച് പറയുന്നില്ല. ഒരു സാങ്കല്പിക രാമം, ഒരു കാലം ഒന്നുമില്ല പറയുന്നത്. ഒരു ഗ്രാമത്തിൽ നടക്കുന്ന കഥയാണ്. ആ ഗ്രാമത്തിലെ എന്താ പറയുന്നത് ഒരു ക്രൈം റിപ്പോർട്ട്സും ഇതുവരെ റിപ്പോർട്ടൊന്നും ചെയ്യാതെ അങ്ങനെ പോകുന്നൊരു ഗ്രാമത്തിലെ അപ്പോൾ നടക്കുന്ന ചില്ലറ മോഷണങ്ങളും ബാക്കി കാര്യങ്ങളൊക്കെ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ, ധ്യാൻ ശ്രീനിവാസൻ, പുള്ളി നല്ല രീതിയിൽ തന്നെ ആ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. പുള്ളിയാണ് അവിടുത്തെ എന്താ പറയുക ഇങ്ങനത്തെ ലൊട്ടിലൊടുക്ക് കേസൊക്കെ തെളിയിക്കുന്നത്. ഒരു ഡിറ്റക്റ്റീവായിട്ട്, പ്രൈവറ്റ് ഡിറ്റക്റ്റീവായിട്ട് ചുമ്മാ ഇങ്ങനെ ആ ഒരു ഇതിൽ. അപ്പോൾ അങ്ങനെ അവിടെ ഒരു കൊലപാതകം നടക്കുന്നതും പിന്നെ അങ്ങോട്ട് ഒരേ സെയിം ഒരു സൈക്കോപാത്ത് കൊലപാതകം, തുടർന്ന് ആ സെയിം ഒരു പാറ്റേണിൽ കൊലപാതകം നടക്കുന്നതും അത് അന്വേഷിക്കാൻ വേറെ ഉദ്യോഗസ്ഥൻ വരുന്നത്, ഇവരുടെ ഈഗോ ക്ലാഷും അങ്ങനെ ഒക്കെ ഒരു പറഞ്ഞാണ് ഈ സിനിമ പോയിരിക്കുന്നത്. നല്ല രീതിയിൽ എന്താ പറയുക ഒരു ഒരു ഇൻട്രസ്റ്റിംഗ് ഉണ്ട്. കാരണം നമുക്ക് കാണാൻ ഇൻട്രസ്റ്റ് നല്ല രീതിയിലാണ് ഒരു ത്രില്ലർ സ്വഭാവം പടത്തിൽ പൊതുവെ അവസാനം വരെ ഒരു ത്രില്ലിങ് നമുക്കൊരു ആകാംക്ഷ തോന്നുന്നുണ്ട്. അതായത് എന്താ പറയുക ആരായിരിക്കും ഇതിൻ്റെ അകത്ത് കൊലയാളി, അല്ലെങ്കിൽ ആരാണ് ഇതെന്ന് ഒരു നമുക്ക് തോന്നുന്നുണ്ട്. സസ്പെൻസോടെ അവരത് കാര്യം അവതരിപ്പിക്കുന്നുണ്ട്. പിന്നെ അഭിനേതാക്കളുടെ എന്താ പ്രകടനത്തിലേക്ക് വന്ന അല്ലമീൻ, കോട്ടയം നസീർ, അവരുടെ അല്ലമീൻ ഗ്യാങ് ഫുള്ളും അവരെ വിചാരിച്ചത് ഒരു യൂട്യൂബ് പ്രൊമോഷൻ അല്ലെങ്കിൽ ഒരു പ്രൊമോഷന് വേണ്ടി മാത്രമായിരിക്കും സിനിമയിൽ എടുത്തതാണ്. പക്ഷെ അല്ല, അവർക്ക് 4 പേർക്കും നല്ല റോളായിരുന്നു. അവരത് വൃത്തിയായിട്ട് തന്നെ ഓവറാക്കുക ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളവരെല്ലാം എല്ലാവരും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്താ പറയുക ഈ നമ്പറിൽ ഒരു ത്രില്ലറാണ്, ഒരു കോമഡി, ഇതിനെക്കാട്ടിൽ കോമഡിയെക്കാട്ടിൽ കൂടുതൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മോഡിലാണ് പടം പോകുന്നത്. ത്രില്ലർ മോഡിലോട്ട് വരുമ്പം ആ ഒരു നമുക്കറിയാം ഒരു ലാസ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുന്ന അവരുടെ ഒരു മോട്ടീവ് എന്തുവാ അതൊക്കെ കാണിക്കുമ്പം വലിയൊരു ഗ്രിപ്പ് തോന്നിയിട്ടില്ല. അവിടെയൊക്കെ പടം ഇച്ചിരി ഡൗൺ ആയിട്ടുണ്ട്. അവസാനം എടുക്കുമ്പം ഈ അതായത് കൊലയാളിയെ കാണിക്കുന്നത് അതൊക്കെ സസ്പെൻസോടെ കാണിക്കുന്നത്, 1-2 സസ്പെൻസോടെ ഉണ്ട്, കുറേ ട്വിസ്റ്റ് ഉണ്ട്. അത് കാണിക്കുമ്പോൾ ഒരു പെട്ടെന്നൊരു ഗ്രിപ്പ്, അവർ പെട്ടെന്നുള്ളൊരു ഇതായി അത്രയും ഒരു പെട്ടെന്ന് ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ മോഡ് സംബന്ധിച്ച് പെട്ടെന്ന് ഇങ്ങനെ കൊലയാളിയെ കണ്ടുപിടിക്കുക ആ ഒരു ഇത് ചെറിയ ഡൗൺ ആയിട്ട് എനിക്ക് തോന്നി. ബാക്കി കാര്യമൊക്കെ എന്താ പറയുക ഒരു ഇൻവെസ്റ്റിഗേഷൻ, ഒരു കോമഡി കാട്ടി ഉൾപ്പെടെ തിയേറ്ററിൽ നമുക്ക് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലോടെ ഇരുന്ന് കാണാൻ പറ്റുന്നൊരു പടമായിട്ടാണ് എനിക്ക് തോന്നിയത്. ബോറടിക്കാതെ തന്നെ അത് കാണാൻ പറ്റി. ഒരു ധ്യാൻ ശ്രീനിവാസന്റെ അടുത്ത് ഇറങ്ങിയതിനകത്ത് മികച്ചൊരു ചിത്രം, അല്ലാതെ നല്ലൊരു മികച്ച ചിത്രം എന്ന് പറയുന്നില്ല. എനിക്ക് കൂടുതലും പിന്നെ ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ ഒരു ത്രില്ലർ ടൈപ്പ് പടങ്ങൾ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് എനിക്കൊരു ഇത് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഈ ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ ഒരു ത്രില്ലർ ടൈപ്പ് പടം ഇഷ്ടപ്പെടുന്നവർ എന്താ പറയുക പോയി കാണുക. അവർക്ക് ആർക്കും നിരാശപ്പെടുത്തുന്നില്ല. കാരണം കുഴപ്പമില്ലാതെ തന്നെ പടം എടുത്തിട്ടുണ്ട്. പുതിയ ഡയറക്ടറാണ് ചെയ്തിരിക്കുന്നത്. കുഴപ്പമില്ലാതെ തന്നെ കാര്യങ്ങളെല്ലാം നൈറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശരി, അടുത്ത വീഡിയോ